അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ വ്രതം ഒരു ആത്മീയ കർമ്മം മാത്രമല്ല, ശരിയായ രീതിയിൽ പരിപാലിക്കുമ്പോൾ ശാരീരികമായി ഒരുപാട് നന്മകളും അതിനുണ്ട്. ശരിയായ രീതിയിൽ പരിപാലിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിലും സഹായകരമാണ്. ഒന്നാമത് അമിതവണ്ണം അഥവാ ഒബിസിറ്റി. നിയന്ത്രിത സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കലോറി കുറയാൻ സഹായിക്കും, തന്മൂലം ഭാരം കുറയ്ക്കാനും സഹായകരമാകും. രണ്ടാമത് ടൈപ്പ് 2 പ്രമേഹം അഥവാ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വ്രതം എടുക്കുമ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രമേഹ രോഗികൾ നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം വ്രതം മുന്നോട്ട് കൊണ്ടുപോവുക. മൂന്നാമത് കൊളസ്ട്രോൾ അഥവാ ശരീരത്തിൽ കൂടിയ അളവിലുള്ള കൊഴുപ്പ്. ശരിയായ ഭക്ഷണക്രമം തുടർന്നാൽ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ മെച്ചപ്പെടാം. നാലാമത് ദഹന പ്രശ്നങ്ങൾ. ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുന്നത് ഒരുപാട് ആളുകൾക്ക് ഗുണകരമായിരിക്കും. അഞ്ചാമത് മാനസിക സമ്മർദ്ദം. പ്രാർത്ഥനയും ആത്മീയ പ്രവർത്തനങ്ങളും മനസ്സിന് സമാധാനം നൽകുന്നു, തന്മൂലം മാനസിക സമ്മർദ്ദം കുറയാനും സഹായിക്കും. പക്ഷേ ഓർക്കുക, എല്ലാ രോഗികൾക്കും റമദാൻ വ്രതം ഒരുപോലെ അനുയോജ്യമല്ല. ഹൃദയരോഗം, കൂടിയ അളവിലുള്ള പ്രമേഹ രോഗം, ഗർഭിണികൾ തുടങ്ങിയവർ ഡോക്ടറുടെ നിർദ്ദേശം തേടണം. ശരിയായ ഭക്ഷണവും മതിയായ വെള്ളവും ഉൾപ്പെടുത്തി പാലിക്കുന്ന വ്രതം ആരോഗ്യത്തിനും ആത്മീയ വളർച്ചയ്ക്കും സഹായകരമാണ്.